സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. Hello, welcome to my channel. So, we are going to the next topic. അപ്പം ഇത്രയും ദിവസം എടുത്ത ടോപ്പിക്കൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങളോടൊരു പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടുമ്പോൾ ശരിക്കും നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജിയാണ് നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അപ്പം ഈ കാണുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല അത് പറയണം. അപ്പോഴാണ് നമുക്ക്, അല്ലാതെ നമുക്കിതിൽ നിന്ന് വേറെ ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ഈ ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് 1-2 ആൾക്കാർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ്, അത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ചാനൽ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ സീസണാണ്, നിങ്ങൾക്കറിയാം ആർക്കും സ്കൂളിൽ പോകാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വിക്ടേഴ്സിൽ നല്ല ക്ലാസ്സസ് ഉണ്ട്, ഞാനും നോക്കുമ്പോൾ കാണാറുണ്ട് നല്ല നല്ല ചാനൽ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതൊരു എൻഹാൻസ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോസാണ് നമ്മളും ചെയ്യണത്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്നവർ, നമ്മളെപ്പോലെ പഠിക്കാൻ പറ്റുന്നവരോ ഇല്ലാത്തവർക്കൊക്കെ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. നമ്മൾ 9th, 10th, 12th ഇപ്പോൾ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിനും CBSEക്കും. 11th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൽഡേഴ്സിനും ആർക്കാണോ ഇപ്പം ക്ലാസ് എല്ലാവർക്കും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടെ, എല്ലാവർക്കും നല്ല ബേസ് ഉണ്ടാവട്ടെ. നമ്മളിപ്പോൾ എവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആറ്റത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞില്ലേ, പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസിനെയും ന്യൂട്രോണൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇപ്പം എന്താണ് പ്രോട്ടോൺ, പോസിറ്റീവ്ലി ചാർജ്, ന്യൂട്രോൺ ന്യൂട്രൽ ആയിട്ടുള്ളത്, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്, അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഹൈഡ്രജൻ്റെ മാസിന് സെയിം ആണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്, പക്ഷേ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന് മാസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചാർജേ ഇല്ല, പക്ഷേ മാസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനിയാണ് ആറ്റത്തിനൊരു മോഡൽ വേണ്ട. എല്ലാവരും പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട് ആറ്റം, ഇവിടെ കിടക്കുന്നുണ്ട് പ്രോട്ടോൺ എന്നൊക്കെ. അപ്പോൾ ഇതിന് ആദ്യമായിട്ടൊരു മോഡൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് റൂദർഫോർഡ്, നമ്മുടെ റൂദർഫോർഡ് ഒരു മോഡൽ കൊണ്ടുവന്നു. അതിനെ പറയുന്നത് റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ എന്നാണ്. എന്താണ് പ്ലാനറ്ററി? ആ വേർഡിൽ തന്നെ ഉണ്ട് പ്ലാനറ്ററി മോഡൽ. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പ്ലാനറ്റ് എന്നുള്ളത് നിങ്ങളങ്ങ് മനസ്സിൽ വെച്ചോളൂ. റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ. അപ്പോൾ എന്താണ് റൂദർഫോർഡ് പറയുന്നത്? ആദ്യം നമ്മളൊരു ചെറിയൊരു മോഡൽ ഞാനിവിടെ വരച്ച് വെച്ചേക്കാം. ഇത് ന്യൂക്ലിയസ് ആണ്. ഇതിൽ ന്യൂക്ലിയസിൽ ആരുണ്ടാവും? നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇവിടെ ആരുണ്ടാവും? നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനിയാണ് നമ്മൾ ഓരോ പോയിൻ്റായിട്ട് പറയാൻ പോകുന്നത് റൂദർഫോർഡ്. ആൻ ആറ്റം, ഇതൊരു ആറ്റമാണ്, ഒരു ആറ്റം. ആൻ ആറ്റം is having a center. Atom is having a center and that center is known as ന്യൂക്ലിയസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, ഒരു ആറ്റം ഉണ്ട്, ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് എന്തുള്ളത്? ന്യൂക്ലിയസ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ദ മാസ് ഓഫ് എൻ ആറ്റം. ദ മാസ്, ആറ്റത്തിനൊരു മാസ് ഉണ്ടാവുമല്ലോ. ദ മാസ് ഓഫ് എൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. ദ മാസ് ഓഫ് എൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. എന്നാൽ തെറ്റുണ്ടോ? കാരണം പ്രോട്ടോണിന് മാസ് ഉണ്ടല്ലോ, ന്യൂട്രോണിനും മാസ് ഉണ്ട്, ഇലക്ട്രോണിനോ മാസ് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഇറ്റ്സ് എ വെരി 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 നെഗ്ലിജിബിൾ മാസ്, വളരെ കുറഞ്ഞ മാസാണ്. അപ്പോൾ ഫുൾ മാസ് എവിടെയാണ് ഇരിക്കുന്നത്? പ്രോട്ടോണും ന്യൂട്രോണുമുള്ള ന്യൂക്ലിയസിലാണ് കംപ്ലീറ്റ് മാസും ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ആറ്റം ഇസ് ഹാവിങ് എ സെൻറ്റർ കോൾഡ് ആസ് ദ ന്യൂക്ലിയസ്. ദ ഹോൾ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. 2 പോയിന്റ് ക്ലിയർ ആയോ? ഇനി അടുത്ത ന്യൂക്ലിയസിനെ പറ്റി മൂന്നാമത്തെ പോയിന്റ് പറയാണ്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് very small compared to the size of the atom.
ആറ്റം വലുതാണെങ്കിലും അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ആറ്റം ഹാസ് എ സെൻറ്റർ അല്ലേ, സെൻറ്റർ എന്താ പറയുക, കോൾഡ് ആസ് ന്യൂക്ലിയസ്. സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്, ദ മാസ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്, അതും പറഞ്ഞു. ഇനി പറയാണ് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുമ്പം ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞൊരാളാണ്. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി all the positively charged particles and the neutral particle neutron are present inside the nucleus. എന്തൊക്കെ പറഞ്ഞു, all the positively charged protons and the neutral neutron are present inside the nucleus. Proton and neutron are seen in the ന്യൂക്ലിയസ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഈ ഒരൊറ്റ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങളെല്ലാം പറയും. ഒരു കുഞ്ഞു ന്യൂക്ലിയസ്, വലിയൊരു ആറ്റം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ന്യൂട്രോൺ, ഇവിടെ ഇലക്ട്രോൺ. അപ്പം നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി നമുക്ക് എന്താ പറയേണ്ടത്, നെക്സ്റ്റ് പറയേണ്ടത് electrons. The negatively charged electrons are revolving round the nucleus. Revolving round the nucleus. ഇപ്പം തന്നെ ഇത് പഠിച്ച് മനസ്സിലാക്കി പോവുക, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് റൂദർഫോർഡ് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്, ആറ്റം, ഇത് മൊത്തത്തിലാട്ടോ, ഇതൊരു ആറ്റമാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഏതൊരു, ഇപ്പോൾ ഒരു എലിമെൻ്റ് എടുത്താൽ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പെണ്ണെടുത്താൽ ഇത് ആറ്റം കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഇതിൻ്റെ കുഞ്ഞൊരു ആറ്റം ഞാൻ എടുത്തു. അപ്പോൾ ഇതാണ് ആ കാണിക്കുന്നത്, വലുതാക്കി കാണിച്ചെന്നുള്ളൂ. ആറ്റത്തിന് സെൻറ്ററിൽ എന്തുണ്ട്, എ ന്യൂക്ലിയസ്. ആറ്റം ഹാസ് എ സെൻറ്റർ ആൻഡ് ദറ്റ് സെൻറ്റർ ഇസ് നോൺ ആസ് ന്യൂക്ലിയസ്. The whole mass is concentrated in the nucleus. The size of the nucleus is very small compared to the size of an atom. The positively charged protons and neutrons are seen inside the nucleus. The electrons are revolving round the nucleus. ഈ ഒരു മോഡലും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും മോഡലുമായിട്ട് വല്ല ബന്ധവും തോന്നുന്നുണ്ടോ? നമ്മുടെ സണ്ണുണ്ടല്ലോ, സണ്ണിനെ നമ്മൾ എന്താ പറയുക, പ്ലാനറ്റുകളുടെ സെൻറ്റർ അല്ലേ, സെൻറ്ററിൽ അതിന് ചുറ്റും ആരാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്ലാനറ്റ്സ് അല്ലേ. നമുക്കറിയാലോ പ്ലാനറ്റ്സ് ഇങ്ങനെ സണ്ണിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സെയിം മോഡലാണ് ഈ ആറ്റത്തിൻ്റെ മോഡൽ. അതുകൊണ്ടാണ് റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, നമ്മുടെ യൂണിവേഴ്സിലുള്ള സണ്ണിന് നമുക്കറിയാം, സൺ ഇസ് ദ സെൻറ്റർ അല്ലേ, അതിന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്ത്, അതേപോലെയാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് സണ്ണ് പോലെ, എന്നിട്ട് അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മോഡലിൻ്റെ റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. Rutherford's planetary model of an atom. An atom has a center called nucleus. Compared to the size of an atom, the size of the nucleus is very small. All the positively charged particle and most of the mass are concentrated in the nucleus. Negatively charged electrons revolve round the nucleus in circular path. This atom model is known as planetary model of atom because sun at the center is compared to the nucleus. Planets revolving around the sun is compared to the electrons. അപ്പോൾ ഇതാണ് റൂദർഫോർഡിൻ്റെ മോഡൽ. റൂദർഫോർഡിൻ്റെ മോഡൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. റൂദർഫോർഡിൻ്റെ മോഡലിന് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ. ഒരാൾ കണ്ടുപിടിച്ചതിൻ്റെ മുകളിൽ ആൾക്കാർ വീണ്ടും വർക്കൗട്ട് ചെയ്ത് വെക്കും. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കണം, എന്നാലല്ലേ നമുക്കറിയത്തുള്ളൂ. അപ്പം
എന്താണ് ഇപ്പോൾ ഈ നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞത്? ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഞാൻ നെഗറ്റീവായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പം നെഗറ്റീവ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ റൂദർഫോർഡ്. അപ്പം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, അത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, നമ്മൾ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. ജെയിംസ് ക്ലാർക്ക് വർക്ക്മെൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കൊണ്ടുവന്നു. അതിനൊന്നും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വന്നു. അതിലെന്താ പറയണതെന്ന് വിചാരിച്ചാൽ, ക്ലാർക്ക് മാക്സ്വെൽ തിയറി പറയുന്നത് എന്താ വെച്ചാൽ, എപ്പോഴെങ്കിലും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ. അതിങ്ങനെ റേഡിയേഷൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. എന്താണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പറയുന്നത്? whenever a charged body is revolving, എപ്പോഴെങ്കിലും ഒരു ചാർജ്ഡ് ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ കണ്ടിന്യൂസ്ലി. അതിങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പറഞ്ഞു, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റേഡിയേഷൻസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻസ് പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. whenever a charged body is rotating or revolving, it will continuously emit radiations. As the radiations are emitting, they will finally lose their energy. അവരിങ്ങനെ എനർജി ലൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ എനർജി കുറയും അല്ലേ? റേഡിയേഷൻസ് വന്ന് എനർജി കുറഞ്ഞ് ലാസ്റ്റ് അത് എന്ത് ചെയ്തു പോകും? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വന്ന് കൊളാപ്സ് ചെയ്തിട്ട് ആ ആറ്റം അങ്ങ് നശിച്ചു പോകും. അങ്ങനെ ആറ്റം നശിച്ചു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ ഭൂമിയിൽ കാണുന്ന എല്ലാ തിങ്ങും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം വന്നു. ഇദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ്. പക്ഷേ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പറഞ്ഞു whenever a charged body is revolving, it will continuously emit radiation. അപ്പം സയൻറ്റിസ്റ്റുകൾ ചോദിച്ചു, അങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്ത് അതിൻ്റെ എനർജി കംപ്ലീറ്റ്ലി തീർന്നിട്ട് അത് ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യണ്ടേ? അങ്ങനെ കൊളാപ്സ് ചെയ്യണ ഭൂമിയിൽ എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുമോ? ക്വസ്റ്റ്യൻ വന്നു. അപ്പോഴാണ് നമ്മുടെ അടുത്ത ആൾ വരുന്നത്, നീൽസ് ബോർ. ആരാണ്? നമ്മുടെ നീൽസ് ബോർ. അപ്പോൾ റൂദർഫോർഡിനോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പറഞ്ഞ മോഡലൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിൻ്റ് അതിൽ പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ആര് വന്നു? നമ്മുടെ നീൽസ് ബോർ. ഹി പ്രപ്പോസ്ഡ് an atom model. He proposed a successful atom model. ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. എന്താണെന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സബ്ജക്റ്റ്, അതായത് സയൻസ് ഗ്രൂപ്പ് 11th 12th കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കും നീൽസ് ബോർ. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബോറിൻ്റെ ആറ്റം മോഡൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞ റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഇത് തന്നെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു പിക്ചർ തന്നിട്ട്, ഇലക്ട്രോൺ ഇങ്ങനെ കൊളാപ്സ് ചെയ്യുന്ന പിക്ചർ തന്നിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ ഉണ്ടായിരുന്നു. വെദർ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം പഠിക്കേണ്ട കാര്യം നല്ല മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. എന്താണ്? നമ്മുടെ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ. സോ നീൽസ് ബോർ പ്രപ്പോസ്ഡ് എ ന്യൂ ആറ്റം മോഡൽ. He just gave more explanation on this Rutherford's theory. Rutherford's theory correct ആയിരുന്നു, അതിൽ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻസ് കൊടുത്തു. And that model is known as Bohr's atom model. Bohr's atom model. അപ്പം റൂദർഫോർഡ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചു. അതിൻ്റെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് മാത്രമാണ് അദ്ദേഹം ചേഞ്ച് ചെയ്തത്. എന്താണ്? The electrons revolve round the nucleus in a definite പാത്ത്. അതാണ് ഇദ്ദേഹം പറഞ്ഞ മെയിൻ കാര്യം. അതായത് ഇലക്ട്രോൺസ് റിവോൾവ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ദറ്റ് പാത്ത് ഇസ് നോൺ ആസ് ഓർബിറ്റ്. അതായത് ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നത് ഒരു ഡെഫിനിറ്റ് ആയൊരു പാത്ത്, ഒരു വഴിയിലൂടെയാണ്. ആ വഴി അവർ തെറ്റിക്കണില്ല. ആ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓർബിറ്റ് ഓർ ഷെൽ. സോ ദ ഇലക്ട്രോൺസ് റിവോൾവ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ദ പാത്ത് ഇസ് നോൺ ആസ് എന്താണ്? ഷെൽ ഓർ ഓർബിറ്റ്.
ഇനി എന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ലോങ് ആസ് ദീസ് ഇലക്ട്രോൺസ് ആർ സ്റ്റേയിങ് ഇൻ ദിസ്, ഇലക്ട്രോൺസ് ഈ പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദേ ആർ നോട്ട് എമിറ്റിംഗ് റേഡിയേഷൻസ്. അതായത് ഇലക്ട്രോൺസ് ആ ഒരു പാത്തിലൂടെ പോകുന്നത് കൊണ്ട് ആസ് ലോങ് ആസ് ദേ ആർ ട്രാവലിംഗ് ത്രൂ ദീസ് പാത്ത് ദേ ആർ നോട്ട് എമിറ്റിംഗ് റേഡിയേഷൻസ് and they possess a definite energy, and these orbit possess a definite energy. ഈ ഒരു പാത്തിനൊരു ഡെഫിനിറ്റ് ആയിട്ട് എനർജിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്തിനെ നമ്മൾ പറയും എനർജി ലെവൽ എന്ന്. എന്താ പറയുക? ദിസ് ഓർബിറ്റ് ഓർ ദിസ് പാത്ത് ത്രൂ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ ട്രാവലിംഗ് ഇസ് ഓൾസോ നോൺ ആസ് എനർജി ലെവൽ. ദാറ്റ് പാത്ത് ഇസ് ഹാവിങ് എ ഡെഫിനിറ്റ് എനർജി. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞത് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് ആൻഡ് ദാറ്റ് പാത്ത് ഇസ് നോൺ ആസ് ഓർബിറ്റ് ഓർ ഷെൽ. ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് ആർ traveling or moving through that energy shell, they are not emitting radiation, and the electron present in that shell have a definite energy, and that shell or that path is also known as energy level. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ഒരു ആറ്റത്തിന് ചിലപ്പോൾ 10 20 ഇലക്ട്രോൺസ് ഉണ്ടാവും. എല്ലാ ഇലക്ട്രോൺസും ഒരു പാത്തിലൂടെ അല്ല പോവുക, അവർക്ക് ഡിഫറെൻറ്റ് പാത്ത് ഉണ്ടാവും. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറേ ഓർബിറ്റുകൾ ഉണ്ടാവും, ഡിഫറെൻറ്റ് ഓർബിറ്റുകൾ ഉണ്ടാവും. ഇതിൻ്റെ ന്യൂക്ലിയേഴ്സ് ആണ്. സോ ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ്, ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ്, ദി എനർജി ഓൾസോ ഇൻക്രീസസ്. അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുകയാണ്. അതായത് ന്യൂക്ലിയസ് തൊട്ടടുത്ത് ഒരു ഷെല്ലുണ്ടാവും. ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരു വഴി ഉണ്ടാവും, അതിൽ കൂടെ കുറച്ച് ഇലക്ട്രോൺസ് പോകുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വഴി ഉണ്ടാവും, പാത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഷെല്ലുണ്ടാവും, അതിൽ കുറച്ച് ഇലക്ട്രോൺസ് പോകുന്നുണ്ടാവും. പിന്നെ തൊട്ടപ്പുറത്തുണ്ടാവും. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എനർജി കൂടും. അത് ചിന്തിക്കാൻ ഭയങ്കര എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ട്, കറങ്ങുന്ന ആൾക്കാർ നെഗറ്റീവാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യും. അപ്പം ഒരാളെ പിടിച്ചു വെച്ച് എങ്ങനെ ഉണ്ടാവും? എനർജി കുറവല്ലേ ഉണ്ടാവുക? അയാൾക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? അട്രാക്ഷൻ കുറയും, അവർക്ക് ഓടാൻ പറ്റും, എനർജി കൂടും അല്ലേ? നമ്മളൊരാൾ പിടിച്ചു വെച്ച് നമ്മൾ എനർജി കുറഞ്ഞല്ലോ, നമുക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാൾ കൈ വിട്ട് ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമുക്ക് ഓടാനുള്ള എനർജി കൂടും. As the distance from the nucleus increases, the energy of the shell increases. അവരെ എനർജി കൂടും. അപ്പം അത്രയും കാര്യം മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ഷെല്ലുകളുണ്ട് അല്ലേ? സോ ദർ ആർ നമ്പർ ഓഫ് ഷെൽസ് പ്രസൻറ്റ് ഇൻസൈഡ് an atom. So we can give them number അല്ലേ? നമ്മൾ അവരെ പേര് കൊടുക്കണം. Either we can call the shell which is closer to the nucleus as 1, then comes 2, then comes 3, then comes 4, or we can identify them by K shell, L shell, M shell, N shell. ഓർഡർ തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4ന് കയറി അകത്ത് കൊടുത്തിട്ട് പുറത്ത് നിങ്ങൾ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഷെൽ, ദ ഷെൽ വിച്ച് കംസ് ക്ലോസ് ടു ദ ന്യൂക്ലിയസ് ഇസ് നമ്പർഡ് as 1 or K. The number which is the next to that is 2, then comes 3, then comes 4. So it is K, L, M, N. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ബോറിൻ്റെ മോഡലിൽ പറയാം. എന്തൊക്കെയാണ് ബോർ പറഞ്ഞത്? ബോർ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ definite path, and that path is known as orbit or shell. As long as the electrons are revolving round this orbit or path, they are not emitting radiations, and or electrons, when they are remaining in this path, they are having a definite energy. So this orbit or shell is also known as energy level എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു
As the distance from the nucleus increases, the energy increases. As the distance from the nucleus increases, the energy of the electron or the shell increases. പിന്നെ നമ്മൾ പറഞ്ഞു, we can give the number, there are large number of shells present inside an atom. The shell which is present close to the nucleus is known as the first shell, then comes second, then comes third, then comes fourth, or we have used representation like K, L, M, N എന്ന റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് നമ്മൾ ഈ ഷെല്ലുകളെ വിളിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോറും റൂദർഫോർഡും ഒക്കെ പറഞ്ഞു തന്ന ആറ്റം മോഡൽ. അപ്പം റൂദർഫോർഡ് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. എന്താണ്? ആറ്റത്തിൻ്റെ നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ആളാണ്, അതിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. അപ്പം റിവോൾവ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുവരെയൊക്കെ കറക്റ്റാണ്. പക്ഷെ റൂദർഫോർഡ് അവിടെ എന്ത് പറഞ്ഞു തന്നില്ല, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ പാത്തിനൊരു എനർജി ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അതൊക്കെ ആര് പറഞ്ഞു? നമ്മുടെ ബോർ. അതുകൊണ്ടാണ് ബോറിൻ്റെ ആറ്റം മോഡലാണ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണ മോഡൽ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? അപ്പം നന്നായി പഠിക്കുക. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത്ര പഠിച്ചാൽ മതി. ഇത് നന്നായി പഠിച്ചാലേ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട കാര്യം തറുവായിട്ട് കയറുള്ളൂ. കാരണം നെക്സ്റ്റ് പഠിക്കേണ്ടതും നമുക്ക് ഇതേപോലെ ലൈഫ് ലോങ് ആവശ്യമുള്ള കാര്യമാണ്. നന്നായി പഠിച്ചിട്ട് വരിക. പിന്നെ പ്രത്യേകം പറയാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലിടും. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്ലാസ് കൊണ്ടെന്നുള്ളത്. അപ്പം ഷെയർ ചെയ്യുക, നന്നായി പഠിക്കുക, മനസ്സിലാവാത്ത കാര്യം കമൻസിലിടുക. ഓക്കെ, താങ്ക് യു.